കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം തയ്യാറാക്കിയതിലെ ക്രമക്കേട് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ് സ്ഥലത്തെത്തി. സാമ്പിളുകൾ ശേഖരിച്ച സംഘം പരാതിക്കാരുടെ മൊഴിയെടുത്തു. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പകരം SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിനെത്തിയതിൽ BJPയും വിവിധ ഹൈന്ദവ സംഘടനകളും പ്രതിഷേധിച്ചു. ദേവസ്വം വിജിലൻസ് SI രാകേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിനെത്തിയത്. ഗുരുതര വിഷയമായിട്ട് പോലും അന്വേഷിക്കാൻ ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എത്താത്തതിൽ BJPയും ഹൈന്ദവ സംഘടനകളും പ്രതിഷേധിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചു SP അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഉന്നത അധികാരികളായിരിക്കും എത്തുമെന്നാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. വന്നിട്ടുള്ള ഒരു SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ വന്ന് തുറന്ന് നോക്കി എന്തൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടങ്ങ് പോവും. സീൽ ചെയ്തേക്കുന്ന സ്ഥാപനമാണ്, കെട്ടിടമാണ്. അതിന് സീൽ ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് അതിനുള്ള അവകാശം, ദേവസ്വം ബോർഡ് അതിനുള്ള അവകാശമില്ല. അപ്പോൾ ഇത് തികച്ചും ഇവിടുത്തെ കുറ്റക്കാരെ, ഇവിടുത്തെ അടക്കമുള്ള കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ്. പ്രസാദം തയ്യാറാക്കിയ വാടക വീട്ടിൽ പരിശോധന നടത്തിയ ശേഷം തൊണ്ടി മുതൽ മറ്റൊരിടത്തേക്ക് മാറ്റുമെന്ന വിജിലൻസ് വ്യക്തമാക്കിയതോടെ പ്രതിഷേധം ശക്തമായി. ഒടുവിൽ കൊട്ടാരക്കര CIയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പരാതിക്കാരുടെയും ദേവസ്വം അധികൃതരുടെയും മാധ്യമങ്ങളുടെയും സാന്നിധ്യത്തിൽ പരിശോധന നടത്താനും തൊണ്ടി മുതൽ സീൽ ചെയ്ത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള സ്ഥലത്തേക്ക് മാറ്റാനും തീരുമാനമായി. ഇതിനിടെ വിജിലൻസ് നടപടികൾ ചോർത്താനെത്തിയ ആളെന്നാരോപിച്ച ഒരാളെ പ്രതിഷേധക്കാർ ആട്ടിയോടിച്ചു. പ്രസാദം തയ്യാറാക്കിയ വാടക വീട്ടിലും ക്ഷേത്രത്തിന് സമീപത്തെ കെട്ടിടത്തിലും വിജിലൻസ് പരിശോധന നടത്തി. കരിപ്രസാദത്തിന്റെ സാമ്പിളുകളും ശേഖരിച്ചു. സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷമാകും വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ റിപ്പോർട്ടിന്മേലാകും തുടർ നടപടികൾ. 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.